നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗസമവാക്യങ്ങൾ അതിലെ 53-ാം പേജിലെ 3-ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. See how some numbers are written as the difference of two perfect squares in two different ways. 15 is equal to 8 square minus 7 square. 21 is equal to 11 square minus 10 square is equal to 5 square minus 2 square. 35 is equal to 18 square minus 17 square is equal to 6 square minus 1 square. What are the different ways in which the numbers 15, 21 and 35 can be written as the product of two factors? Second part, find two more numbers of this type which can be written as the difference of two perfect squares in two different ways. Third, what general result can we form from this? അതായത് ഇവിടെ ഓഡ് നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഒറ്റസംഖ്യകൾ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ രണ്ട് നമ്പേഴ്സും കൂടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് കാണാൻ, അതിൻ്റെ ഘടകങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജനറൽ റിസൾട്ട് എന്താണെന്നുള്ളത്. ഇവിടെ നോക്കിയാൽ 15 ഉള്ളതൊരു ഒറ്റസംഖ്യയാണ്. അത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്നും പിന്നെ 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നും അങ്ങനെ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒരു സംഖ്യയെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 15, 21, 35 അങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 × 15 എഴുതാം. അതുപോലെ 3 × 5 എഴുതാം. അപ്പോൾ 15ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? 15ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത് 1, 3, 5, 15. അടുത്തതുപോലെ 21 എങ്ങനെ എഴുതാം? 21 നമുക്ക് 1 × 21 എഴുതാം. അതുപോലെ 3 × 7 എഴുതാം. 21ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത് 1, 3, 7, 21. അതുപോലെ ഇനി അടുത്ത 35നെ നമുക്ക് 1 × 35 എഴുതാം. പിന്നെ 5 × 7 എഴുതാം. അപ്പോൾ 35ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത് 1, 5, 7, 35. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ 15, 21, 35 അതേപോലെ രണ്ട് നമ്പേഴ്സ് കൂടെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 15 കഴിഞ്ഞിട്ട് 16 നോക്കാം. 16 എന്താണ്? ഈവൺ നമ്പറാണ്. അപ്പോൾ ഈവൺ നമ്പർ പറ്റില്ല. പിന്നെ അടുത്ത് 17 ആണെങ്കിൽ അതൊരു പ്രൈം നമ്പറാണ്. 1ഉം 17ഉം മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ 17 പറ്റില്ല. 18 ഈവൺ നമ്പറാണ്. 18 ഈവൺ നമ്പർ, അത് പറ്റില്ല. 19 ആണെങ്കിൽ പ്രൈം നമ്പറാണ്. 20 എന്താണ്? 20 ഈവൺ നമ്പറാണ്. അപ്പോൾ അത് പറ്റില്ല. 21 ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 22 ആണെങ്കിൽ ഈവൺ നമ്പറാണ്, അത് പറ്റില്ല. പിന്നെ 23 ആണെങ്കിൽ അത് പ്രൈം നമ്പറാണ്. അത് 1ഉം 23ഉം മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ 23 പറ്റില്ല. പിന്നെ 24 ഈവൺ നമ്പർ. 25 എടുത്ത് നോക്കിയാൽ 25ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് 1 × 25 എന്ന് എഴുതാം. പിന്നെ 5 × 5 എന്നാണ്. അപ്പോൾ 1ഉം 5ഉം 25 ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതും പറ്റില്ല. 26 ഈവൺ നമ്പറാണ്. 27ന് ഫാക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെ വരും? 1 × 27 എഴുതാം. പിന്നെ 3 × 9 എഴുതാം, അല്ലേ? അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് അതിന് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് 27 ആണ്. നമുക്ക് 27 എഴുതി നോക്കാം. 27 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 27 എഴുതാം. പിന്നെ 3 × 9 എഴുതാം. അപ്പോൾ 27ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എന്തൊക്കെ വരും? 1 വരും, 3 വരും, 9 വരും, 27 വരും. ഇനി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചല്ലോ. xy is equal to x plus y by 2 whole square minus x minus y by 2 whole square. അത് വെച്ചിട്ട് നമുക്കിതിനെ എഴുതാം. ഈ 27 എഴുതാം. അതായത് 27 ആദ്യം നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സ് കൊടുക്കാം, 1ഉം 27. അപ്പോൾ 27 എങ്ങനെ എഴുതാം?
1 ഇൻറ്റു 27 അല്ലെങ്കിൽ 27 ഇൻറ്റു 1, 27 ഇൻറ്റു 1. അപ്പോൾ ഇത് എക്സ് ആയിട്ടും ഇത് വൈ ആയിട്ട് കൊടുക്കുക. എക്സ് 27, വൈ 1. അപ്പോൾ ഇതെങ്ങനെ വരും? എക്സ് പ്ലസ് വൈ 27 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ 27 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. 27 പ്ലസ് 1 28, 28 ബൈ 2 whole square minus 27 minus 1 26 by 2 whole square. 28 by 2 എന്താണ്? 14 ആണ്. 14 സ്ക്വയർ മൈനസ് 20x by 2 എന്താണ്? 13 ആണ്. 13 സ്ക്വയർ. അപ്പോൾ നമുക്ക് 27 രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതി. 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ. ഇനി അടുത്ത രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ 3ഉം 9ഉം അതെടുക്കാം. അത് വെച്ചിട്ട് അടുത്ത മെത്തേഡ്. ഇപ്പോൾ ഇത് ഇവിടെ എല്ലാം രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 15 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ, അതുപോലെ 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടി. ഇനി രണ്ടാമത്തത് ഈ രണ്ട് ഫാക്ടേഴ്സും 3ഉം 9ഉം കൂടെ എടുത്തിട്ട് എഴുതാം. നമുക്ക് 27 3ഉം 9ഉം എടുത്തിട്ട് എഴുതാം. 27 is equal to 9 into 3. അതെങ്ങനെ എഴുതാം? 9 plus 3 by 2 whole square minus 9 minus 3 by 2 whole square. 9 plus 3 എന്താണ്? 12 ആണ്. 12 by 2 whole square minus 9 minus 3 എന്താണ്? 6. 6 by 2 whole square. ഈ 12 by 2 എന്താണ്? 6. 6 സ്ക്വയർ മൈനസ് 6 ബൈ 2 എന്താണ്? 3. 3 സ്ക്വയർ. 27 ഇങ്ങനെ എഴുതാം. 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇപ്പോൾ രണ്ട് രീതിയിലും കിട്ടിയില്ലേ 27. ഇനി അതേപോലെ ഒരു നമ്പറും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 27 വരെയാണ് നോക്കിയത്. ഇനി 28 എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ അത് പറ്റില്ല. 29 പ്രൈം നമ്പറാണ്. അത് പറ്റില്ല. 30 ഈവൻ ആണ്. 31 പ്രൈം നമ്പറാണ്. അത് പറ്റില്ല. 32 ഈവൻ നമ്പറാണ്. അപ്പം അതും പറ്റില്ല. പിന്നെ 33ക്ക് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? 33ന് നമുക്ക് 1 ഇൻറ്റു 33 എന്ന് എഴുതാം. അതുപോലെ 3 ഇൻറ്റു 11 എന്ന് എഴുതാം. അപ്പോൾ 33 ആണ് അടുത്തത്. 33 എങ്ങനെ എഴുതാം? 33 is equal to ആദ്യം ഇത് രണ്ടും കൂടി എടുക്കാം. 33 ഇൻറ്റു 1. 33 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ നമ്പറാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ആ രീതിയിൽ ശ്രദ്ധിച്ചെഴുതുക. എക്സും വൈയും. ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 33 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 33 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. 33 പ്ലസ് 1 എന്താണ്? 34 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 33 മൈനസ് 1 എന്താണ്? 32 ബൈ 2 ഹോൾ സ്ക്വയർ. 34 ബൈ 2 എന്താണ്? 17 സ്ക്വയർ മൈനസ് ഇതെന്ത് വരും? 32 ബൈ 2 16 സ്ക്വയർ. 33യെ നമുക്കിങ്ങനെ എഴുതാം. ഈ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 33 is equal to 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ. ഇനി അടുത്തത് എങ്ങനെ എഴുതാം? 33 is equal to അടുത്ത ഫാക്ടേഴ്സ് ഏതാണ്? ഇത് രണ്ടും 3ഉം 11ഉം. അപ്പോൾ 11 ഇൻറ്റു 3 എന്ന് എഴുതുക. 11 പ്ലസ് 3 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 11 മൈനസ് 3 ബൈ 2 ഹോൾ സ്ക്വയർ. 11 പ്ലസ് 3 എന്താണ്? 14 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 11 മൈനസ് 3 എന്നാൽ 8 ബൈ 2 ഹോൾ സ്ക്വയർ. 33 is equal to 14 by 2 7 സ്ക്വയർ മൈനസ് 8 ബൈ 2 എന്താണ്? 4. അപ്പം അടുത്ത മെത്തേഡ് അടുത്ത പാറ്റേൺ എന്താണ്? 33 is equal to 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അപ്പം ഇത് രണ്ടുമാണ് 33. ഇപ്പം ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? രണ്ട് പെയർ ഫാക്ടേഴ്സ് ഉള്ള ഓഡ് നമ്പേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് രണ്ട് രീതിയിൽ
എഴുതാൻ പറ്റും. അതായത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് രണ്ട് രീതിയിൽ എഴുതാൻ സാധിച്ചു. അതായത് ഒറ്റ സംഖ്യകളെ രണ്ട് ജോഡി ഘടകങ്ങളുള്ള ഒറ്റ സംഖ്യയെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് രീതിയിൽ എഴുതാൻ കഴിയും. അതാണ് ഇവിടുത്തെ ജനറൽ റിസൾട്ട്. തേർഡ് പാർട്ടിൻ്റെ ആൻസർ, അതായത് അതിൻ്റെ ജനറൽ റിസൾട്ട്, all odd numbers having two pairs of factors can be written as the difference of two perfect squares in two different ways.